പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാ നിറവിൽ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ നന്ദിയോടെ അടുത്തു വരുന്നു. കൂടെയിരിക്കുന്നതിന് സ്തോത്രം. വചനധ്യാനത്തിനായി ഒരുങ്ങേണ്ട കർത്താവേ, ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചനം ഞങ്ങൾക്ക് നൽകുന്ന ആശ്വാസത്തിനായി, വെല്ലുവിളിക്കായി ഒക്കെ സ്തോത്രം. വചനത്താൽ ഞങ്ങളെ രൂപപ്പെടുത്തണം, പരിപാലിക്കണം. ക്രിസ്തുയേശു നാമത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് നമ്മൾക്ക് ഒരുമിച്ച് കൂടുവാനും ആരാധിക്കുവാനും വന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് സഭയായി പെന്തക്കോസ്ത് ദിനമായി വേർതിരിക്കുന്ന ദിവസമാണ്. പെന്തക്കോസ്ത് പെരുന്നാളായി സഭ കൊണ്ടാടുന്ന ദിവസമാണ്. അതിനോടനുബന്ധിച്ചുള്ള വേദഭാഗങ്ങളാണ് നമ്മളിന്ന് വായിച്ചത്. നമ്മൾ പാട്ടുകൾ പാടിയതൊക്കെ അതിനോട് ചേർന്നുള്ള പാട്ടുകളൊക്കെ ആണല്ലോ. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിന് ഇന്ന് ഒന്നാം പാഠം വായിച്ച വേദഭാഗം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. ബുക്ക് ഓഫ് ജോയൽ ചാപ്റ്റർ 2 വേഴ്സസ് 28-32. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. എവങ്കേലിയനായി വായിച്ച വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 16 വേഴ്സസ് 6 ഓൺവേർഡ്സ്. അതിലെ 8 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിയുകയില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. He will lead you to all truth. Pentecost, truly a transformative occasion. It transforms a group of slaves into a community, a nation, a group of a mixed multitude into a church. പെന്തക്കോസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ നമുക്കറിയാം. പെൻറ്റ എന്നാൽ 5 എന്നുള്ളതാണല്ലോ ഗ്രീക്കിൽ. പെൻറ്റാക്കോസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം 50ാമത് എന്നുള്ളതാണ്, 50th. പെന്തക്കോസ്റ്റ് was not a festival of Christians, but it was actually a festival of the Jews, Hebrews. They celebrated the feast of Pentecost as a remembrance and to commemorate the giving of the law on the Mount of Sinai after the 50th day of Exodus. After God delivered them from the land of Egypt, they journeyed together through the wilderness. And finally, after 40 or 45th day, they entered in the wilderness in the foods of Mount Sinai. And 50th day, Yahweh gave the commandments to Israelites. And in order to celebrate and commemorate that remembrance or that event, they celebrated the festival of Pentecost. 50ാമത്തെ ദിവസം, പുറപ്പാടിന് ശേഷമുള്ള 50ാമത്തെ ദിവസമാണ്. If you read Exodus 12, chapter 12, verse 38, there we read, Exodus chapter 12 is the narration of Exodus, how they liberated and how they fled from the land of Egypt. And there is a verse in chapter 12, verse 38, a mixed multitude was also with them. That means, മലയാളം നമ്മൾ വായിച്ചാൽ ഒരു സമ്മിശ്ര പുരുഷാരവും അവരോട് കൂടെ പുറപ്പെട്ടു.
We know that a large numbers of people were there in the Exodus journey. അല്ലേ, വലിയൊരു ഗ്രൂപ്പായിരുന്നു, 6 ലക്ഷം പുരുഷന്മാരെന്നൊക്കെ പറയാറുണ്ട്. But of course, if you read the in between lines or if you read the Exodus story, we know that they were not ethnically Hebrews. അവരെല്ലാം ഈ എബ്രായരല്ലായിരുന്നു. Rather, they were a mixed multitude. ഒരു പക്ഷേ ഈ ഈജിപ്തിലേക്ക് ഫറവോ രാജാവ് പല ദേശങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന അടിമകളായിരിക്കാം. അതുകൊണ്ടാണ് എ മിക്സഡ് മൾട്ടിറ്റ്യൂഡ് വാസ് ഓൾസോ വെന്റ് അലോങ് വിത്ത് ദം എന്ന് പറയുന്നത്. ഒരു സമ്മിശ്ര പുരുഷാരം. They were not ethnically pure Hebrews, but a mixed community. പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ഫറവോൻ പിടിച്ചുകൊണ്ട് വന്ന അടിമകളുടെ കൂട്ടം എല്ലാവരോടും ഒരുമിച്ചാണ് ഓടിപ്പുറപ്പെട്ടത്. യഹൂദന്മാർ മാത്രമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അടിമകളുടെ ഒരു കൂട്ടത്തെയാണ് ഈ ഒരു രാജ്യമായിട്ട്, ഒരു നേഷനായിട്ട് മാറിയത്. ഒരു പക്ഷേ എന്തുകൊണ്ടാണ് ദൈവം ഈ 40 വർഷം ഇവരെ ഇങ്ങനെ മരുഭൂമിയിൽ നടത്തിയെന്ന് ചോദിച്ചാൽ, ടു മേക്ക് ദം എ നേഷൻ, അല്ലേ, ഒരു രാജ്യമാക്കി മാറ്റുന്നതിനാണ്. The group of slaves have transformed into a nation in the wilderness. അങ്ങനെയെങ്കിൽ the nation Israel was born in the wilderness. അതിൻ്റെ ഒരു അടിസ്ഥാനമാണ് നിയമം, ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിലാണ്, അല്ലെങ്കിൽ ഈ ലോ, ദ കമാൻഡ്മെന്റ്, അതിലാണ് അവർ അടിമകളുടെ കൂട്ടം ഒരു രാജ്യമായിട്ട്, ഒരു ജനതയായിട്ട് മാറിയത്. പിന്നീട് ഇവർ ഞങ്ങൾ യഹൂദരാണ് എന്നൊക്കെയുള്ള വലിയ ഒരു ക്ലെയിം ഒക്കെ പറയുമെങ്കിലും അവർ പല ജാതികളിൽ നിന്ന്, പല ജനതകളിൽ നിന്നൊക്കെ വന്നവരായിരുന്നു. അവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയത് only one identity, that we are the people of God. How they became the people of God? Through a covenant. How they entered into that covenant? Through this law, through the commandment that they received on the Mount of Sinai. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു അടിമകളുടെ കൂട്ടത്തെ ഒരു രാജ്യമാക്കി മാറ്റിയതാണ്, അതിൻ്റെ ഓർമ്മയാണ് പെന്തക്കോസ്ത്. പല ജനതകളായിരുന്ന, പല ജാതികളായിരുന്ന, പല റേസ് ആയിരുന്ന, പല ക്ലാസ് ഉണ്ടായിരുന്ന, പല എത്നിക് കമ്മ്യൂണിറ്റീസിനെ they became one nation, and the remembrance of that event is known as Pentecost. And when we come to the New Testament church that we read the second lesson, Acts 2, പർദിയര്, മേദ്യര്, മെസപ്പൊട്ടോമ്യര്, എലാമൈറ്റ്സ്, the people of Mesopotamia, Arabs, so many communities were there. ഒത്തിരി വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. Parthians, Medes, Elamites, residents of Mesopotamia, Egypt, Arabs, Jews. ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ, and we heard in our native language what the disciples were saying. We know the disciples were actually, they were using the common language that was Aramaic. And when the common they spoke in Aramaic, all these communities, the different ethnic communities, different linguistic communities, they joined together and they could understand what the disciples were trying to say. അപ്പോൾ ആ ഒരു വലിയ ഒരു എത്നിക് കമ്മ്യൂണിറ്റീസ്, പല ലിംഗ്വിസ്റ്റിക് ആൻഡ് എത്നിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന സമൂഹങ്ങൾ, and they became a church. And the Pentecost for our church means the different ethnic linguistic communities become one church without any barriers like gender, class, race or any barriers. ഇതൊന്നുമില്ലാതെ ഒരു സമൂഹമായി മാറിയതിൻ്റെ ഓർമ്മയാണ് പെന്തക്കോസ്റ്റ്. അപ്പോൾ പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്, a new community. It is not the name of a church. Every church should be a Pentecostal church, not the name of a particular church. And every church should be a Pentecostal church. Greater Seattle Marthoma Church should be a Pentecostal church. യൂട്യൂബിൽ എടുക്കുമ്പോൾ ഈ ഭാഗം മാത്രമായിട്ട് വെട്ടി ആരും വിട്ട് കളയരുത്. മർത്തോമ സഭ, ഗ്രേറ്റർ സിയാറ്റിൽ മർത്തോമ ചർച്ച് പെന്തക്കോസ് സഭയായി എന്ന് ഇപ്പം അതാണല്ലോ സാധാരണ നടക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് പെന്തക്കോസ് ആകണം എന്ന് പറഞ്ഞു കളയരുത്. Every church should be a Pentecostal church. Let me share with you 3 thoughts from this portion. Firstly, Pentecost, a transformation from fortress mentality to bridge mentality. ഫോർട്രസ് മെന്റാലിറ്റി, മതിലുകൾ പണിയുന്നതിന് പകരം പാലങ്ങൾ പണിയുന്നവരുടെ സമൂഹമാണ് പെന്തക്കോസ്റ്റ് സമൂഹം. ഫ്രം ഫോർട്രസ് മെന്റാലിറ്റി ടു ബ്രിഡ്ജ് മെന്റാലിറ്റി. പെന്തക്കോസ്റ്റിനെ കുറിച്ച് സഭ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന, ദൈവശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വലിയ ചിന്തയാണ്, ഇറ്റ്സ് എ റിവേഴ്സൽ ഓഫ് ബാബേൽ. ബാബേലിൻ്റെ ഓപ്പോസിറ്റാണ്. വാട്ട് ഹാപ്പൻഡ് അറ്റ് ബാബേൽ വി നോ. ഈ ഒറ്റ ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. അവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയപ്പോൾ അവർക്ക് പറയുന്നതൊന്നും മനസ്സിലാകാതെ വന്നു. ബാബ്ലിംഗ് എന്നൊക്കെ വാക്ക് അതിൽ നിന്നാണല്ലോ വന്നത്. പറയുന്നത് മനസ്സിലാകാതെ വന്നതാണ് ബാബേൽ. പല ഭാഷക്കാർ ഒരുമിച്ച് കൂടിയപ്പോൾ പറയുന്നതൊക്കെ മനസ്സിലാകുന്നതാണ് പെന്തക്കോസ്റ്റ്. ഭാഷ മാറിയിട്ടൊന്നുമില്ല, അല്ലേ? ഈ പെന്തക്കോസ്റ്റിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ്.
ദ ലിറ്റിൽ ചൈൽഡ് ആൻഡ് ദ മദർ. കൊച്ചു കുഞ്ഞ്, കൈക്കുഞ്ഞ് അല്ലേ, സംസാരിക്കാൻ അറിയാത്ത കൈക്കുഞ്ഞ്. വെൻ ഷീ ഓർ ഹി ക്രൈസ്, ദ മദർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫോർ വാട്ട് ഷീ ഓർ ഹി ഈസ് ക്രൈങ്. അല്ലേ, എന്തിനു വേണ്ടിയാണ് കരയുന്നത്? ഇത് വിശന്നിട്ടാണോ കരയുന്നത്? അതോ വയറ് വേദനിച്ചിട്ടാണോ കരയുന്നത്? അതോ വേറെ എന്തെങ്കിലും അസുഖമുള്ളതുകൊണ്ടാണോ? ഈ കരച്ചിൽ കാണുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ അമ്മയ്ക്കറിയാം ഇത് എന്തിൻ്റെ കരച്ചിലാണെന്നുള്ളത്. അല്ലേ, അമ്മയ്ക്കറിയാം. ആ അമ്മയും കുഞ്ഞും നമ്മളുടെ ബന്ധത്തിൻ്റെ പറയുന്ന പേരാണ് പെന്തക്കോസ്റ്റ്. അതിന് ഭാഷയൊന്നും വേണ്ട, തമ്മിൽ അറിയാവുന്നത്. എന്നാൽ ബാബേലിൽ ഒരു വലിയ കോട്ടയുണ്ടാക്കാൻ ശ്രമിച്ചാണ്, വലിയ മതിലുണ്ടാക്കാൻ ശ്രമിച്ചു, വലിയൊരു ഗോപുരം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. ബാബേലിൻ്റെ പ്രത്യേകത, ബാബേൽ ദ പീപ്പിൾ were trying to build a fortress, a tower. അതിനെക്കുറിച്ച് പറയുന്നത് there is a fortress mentality with the people of Babel. But Pentecost is the reversal of Babel, rather not the fortress but bridges. ഈ സമൂഹങ്ങൾ തമ്മിലുള്ള പാലം പണിയുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് ഇത് പെന്തക്കോസ്റ്റ്. വലിയ മതിലുകൾ പണിയുന്നതല്ല. ട്രംപിൻ്റെ വലിയൊരു ഒരു ഒരു പ്രഖ്യാപനമായിരുന്നു മെക്സിക്കോയും അമേരിക്കയും തമ്മിൽ വലിയ മതിൽ പണിയും എന്നുള്ളത്. ഇസ്രയേലിൽ പോയിട്ട് ഞാൻ വായിച്ചിട്ടും കണ്ടിട്ടേ ഉള്ളൂ, പോയിട്ടുള്ളവർക്കറിയാം, നിങ്ങൾ പലരും പോയിട്ടുള്ളവരാണ്. പലസ്തീനും ഇസ്രയേലും തമ്മിൽ വലിയ മതിലുണ്ട്, മതിൽ മാറ്റിയിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ഇടയിലും ചില മതിലുകൾ ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ക്ലാസ്, ജെൻഡർ, വെൽത്ത്, അല്ലേ, ഇവിടെ അത്രയും ഉണ്ടെന്നോ എനിക്കറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കാറിൻ്റെ ബേസിലും വരുന്ന കാറുകളുടെ ബേസിൽ വരെ മതിൽ പണിയുന്ന ഇടവകളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആണോ ലെക്സസി വരുന്നവരുടെ ഒരു മതിൽ, ഒരു കൂട്ടത്തിൽ ഒരു മതിൽ, അല്ലേ, പിന്നെ BMW വരുന്നവർക്ക് അത് ഇവിടെ അത്രയും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള പള്ളികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മതിലുകൾ പണിയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ടു ക്രിയേറ്റ് ഫോർട്രസ് ബട്ട് ടു ക്രിയേറ്റ് ബ്രിഡ്ജസ് ബിറ്റ്വീൻ ദ കമ്മ്യൂണിറ്റീസ്, ബിറ്റ്വീൻ ഫാമിലീസ്, ബിറ്റ്വീൻ പീപ്പിൾ. ഒരു കുടുംബത്തിൽ തന്നെ താമസിക്കുമ്പോൾ മതിലുകൾ പണിഞ്ഞ് താമസിക്കുന്നവരില്ലേ? ഒരു വീട്ടിൽ തന്നെ പല മതിലുകൾ പണിഞ്ഞ് താമസിക്കുന്നവർ, അതും കുടുംബവും പെന്തക്കോസ്റ്റ് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സഭ മാത്രമല്ല, കുടുംബവും പെന്തക്കോസ്റ്റിലാകണം. മതിലുകൾക്ക് പകരം പാലങ്ങൾ പണിയുന്നവരാകണം. പെന്തക്കോസ്റ്റിൽ വന്ന സമൂഹം അങ്ങനെ പണിഞ്ഞവരാണ്, പാലങ്ങൾ പണിഞ്ഞവരാണ്. ദേ വർ റാഡിക്കലി ഇൻക്ലൂസീവ്. സ്ലീവ്സും മാസ്റ്റേഴ്സും ഒരുമിച്ചിരുന്ന് ആരാധിച്ചു. അതാണ് ഈ ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അവിടെ ഫിലമൻ്റെ ബുക്ക് ഓഫ് ദ ലെറ്റർ ടു ഫിലിമൻ നമുക്കറിയാം, യജമാനനും അടിമയും ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ പറഞ്ഞതാണ്. അതാണ് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത്. അടിമയും ഉടമയും ഒരുമിച്ചിരിക്കുമ്പോൾ, സ്ത്രീയും പുരുഷനും അപ്പുറവും ഇപ്പുറവും ഇടകലർന്നിരിക്കുമ്പോൾ, എന്തായാലും കൊറോണ വന്നേ കൊണ്ട് കുടുംബം ഒരുമിച്ചൊക്കെ ഇരിക്കാം, അല്ലെങ്കിൽ അപ്പുറത്ത് സ്ത്രീയും ഇപ്പുറത്ത് പുരുഷനും ഒക്കെ ആയിരുന്നു. പണ്ട് മർത്തോമാ സഭയിൽ ആദ്യം കുർബാന കൊള്ളുന്ന പുരുഷന്മാരായിരുന്നു പലയിടത്ത്. ഇന്നും അങ്ങനെയുള്ള പള്ളികളുണ്ട് കേട്ടോ. ആദ്യം വന്ന് മുട്ടുകുത്തുന്നത് പുരുഷന്മാരാണ്, പിന്നെ സ്ത്രീകൾക്ക് വരാൻ കാരണം രണ്ടാമത് വന്നാൽ മതി സ്ത്രീകൾ. അതാണ് മദ്ബഹായുടെ മുമ്പിൽ സ്ത്രീക്ക് നമ്മൾ മതിൽ കെട്ടിയിട്ടുണ്ട് പള്ളിയിൽ, അല്ലേ, കയറാൻ പാടില്ല അകത്തോട്ട്. മതിലുകൾ പണിയുന്നതിന് പകരം പാലങ്ങൾ പണിയുന്ന ഇടവകളായിട്ട് മാറേണ്ടത് അത്യാവശ്യമാണ്. നോട്ട് ടു ക്രിയേറ്റ് ഫോർട്രസ് ബട്ട് ടു ക്രിയേറ്റ് ബ്രിഡ്ജസ്. അതാണ് പെന്തക്കോസ്റ്റ്. രണ്ട്, പെന്തക്കോസ്റ്റ് ദ റിവേഴ്സൽ ഓഫ് ഓർഡർ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല കേട്ടോ, ഇതിൻ്റെ തകിടം മറിച്ചിലാണ് പെന്തക്കോസ്റ്റ്. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. യുവർ എൽഡർലി പീപ്പിൾ വിൽ ഡ്രീം ഡ്രീംസ് ആൻഡ് യുവർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് വിൽ ഹാവ് വിഷൻസ്. ആർക്കാണ് ദർശനമുള്ളത്, ആർക്കാണ് സ്വപ്നമുള്ളത്? ദ ഡോമിനന്റ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദാറ്റ് the young people have dreams and the elders have vision. നേരെ തിരിച്ചാണ് പെന്തക്കോസ്റ്റ്. സ്വപ്നമുള്ള പ്രായമുള്ള, അല്ലേ, മലയാളത്തിലെ പാട്ടുണ്ട്, മോഹങ്ങൾ കേട്ടില്ലേ? മലയാളത്തിലെ പാട്ട്, മോഹങ്ങൾ മരവിച്ചു, മൂതിരക്കായി മുരടിച്ചു, മനസ്സ് മാത്രം മരവിച്ചില്ല എന്ന് പറഞ്ഞ സിനിമാ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? പ്രായമുണ്ടായാലും സ്വപ്നങ്ങളൊന്നും മറക്കാൻ പാടില്ലെന്നുള്ളതാണ്. പെന്തക്കോസ്റ്റ് നൽകുന്നത് സ്വപ്നം കാണുന്ന വൃദ്ധരെ കുറിച്ചാണ്, മാതാപിതാക്കളെ കുറിച്ചാണ്. നിങ്ങൾക്കും ഉണ്ടാവണം, ഇനി ഇതൊന്നും കാര്യമില്ല എന്നല്ല. പെന്തക്കോസ്റ്റ് പറയുന്നത് സ്വപ്നമുള്ളവരാകുക എന്നുള്ളതാണ്. ഡ്രീംസ് വിൽ ലീഡ് ടു വിഷൻസ്. സ്വപ്നമാണ് നമ്മളെ ദർശനങ്ങളിലേക്ക് നയിക്കുന്നത്. ദർശനമുള്ള സ്വപ്നങ്ങൾ കാണാൻ സാധിക്കണം, വെറും സ്വപ്നങ്ങളല്ല, ദർശനമുള്ള സ്വപ്നങ്ങൾ. ഡോക്ടർ APJ അബ്ദുൽ കലാം നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആളാണ്, ഇന്ത്യയുടെ പഴയ പ്രസിഡൻ്റാണ്. കുഞ്ഞുങ്ങൾക്ക് അറിയാമായിരിക്കാം ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാവുന്നൊരു പേരാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ഒത്തിരി പുസ്തകങ്ങളൊക്കെയാണ്. അദ്ദേഹം കുഞ്ഞുങ്ങളോട് സംസാരിക്കാറുണ്ട് ഒത്തിരി. മരിച്ചുപോയി, ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വഴിക്ക് മരിച്ചുപോയ ആളാണ്, അല്ലേ, സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വഴി കുഴഞ്ഞു വീണ് മരിച്ചുപോയതാണ്. പഴയ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം സെൻറ്റ് തോമസ് സ്കൂളിൻ്റെ ജൂബിലിക്ക് ഒരിക്കൽ വന്ന ഞാൻ പ്രസംഗം കേൾക്കുകയുണ്ടായി.
അദ്ദേഹം ഇവിടെ വന്നാലും whenever he comes to a school, surely there will be അവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടായിരിക്കും സ്റ്റുഡൻസും ഇദ്ദേഹവും തമ്മിൽ. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പക്ഷേ സ്കൂളുകാർ ഇങ്ങനെ സ്മാർട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഒരുക്കി നിർത്തും ചോദ്യം ചോദിക്കാൻ. അതിലൊരു കുറേ കുട്ടികൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെൺകുട്ടി എഴുന്നേറ്റപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞു, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ടു യു, ലെറ്റ് മീ ആസ്ക് എ ക്വസ്റ്റ്യൻ ടു യു, വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം? നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ ഉത്തരം പറയും അല്ലേ. നാട്ടിൽ കേരളത്തിലാണെങ്കിൽ ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ, ഇപ്പോഴും ചോദിച്ചാൽ വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം എന്ന് ചോദിച്ചാൽ, ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ. Without any fraction of seconds, they'll give an answer, I want to become a doctor. And she also gave that answer, I want to become a doctor. The second question, always the second question will be difficult. And he asked the second question, for what? എന്തിനു വേണ്ടിയാണ്? And then comes a silence. ഒരു കുറച്ച് സൈലൻസ് ഒക്കെ വന്നു, ഈ പെൺകുട്ടി എന്തോ ഉത്തരവൊക്കെ പറഞ്ഞു. എന്നാൽ അതിന് പകരം ഈ അബ്ദുൽ കലാമിന് അത് സാറ്റിസ്ഫൈഡ് അല്ല. അദ്ദേഹം ഒരു പുസ്തകം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഒരു ഡോക്ടറിൻ്റെ പേര് ഷീല കാസിഡി എന്ന എഴുത്തുകാരി, ഷി വാസ് എ ഡോക്ടർ. ഈ പാലിയേറ്റീവ് കെയറിൻ്റെയൊക്കെ പാലിയേറ്റീവ് കെയറിൻ്റെയൊക്കെ ചുമതലയുള്ള ഡോക്ടറാണ്. ആൻഡ് ഷീ റോട്ട് എ ബുക്ക് ഷെയറിംഗ് ദ ഡാർക്ക്നെസ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം വായിക്കണമെന്നൊക്കെ പറഞ്ഞു. ഷെയറിംഗ് ദ ഡാർക്ക്നെസ്, ഈ ഇരുട്ടിനെ പങ്കിടുക, മറ്റുള്ള ഇരുട്ടിനെ പങ്കിടുക എന്നുള്ളതാണ് അവൾ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേര്. അതിനുശേഷം അബ്ദുൽ കലാം ഗേവ് ആൻ ആൻസർ ടു ദാറ്റ് ഗേൾ ആൻഡ് ഹി സെഡ്, I want to become a doctor to remove the pain of others. And that is vision, a dreams with vision. I want to become a doctor is a dream. But I want to become a doctor for what? To remove the pain of others. And that is vision, dreams with vision. നമ്മൾ സ്വപ്നമുള്ളവരാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വപ്നം കൊടുക്കുന്നവരാണ്. സ്വപ്നം കൊടുക്കുമ്പോൾ ദർശനമുള്ള സ്വപ്നങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. I want to become a doctor for what? Not to amass wealth, not for a career option, as a career option, but to remove the pain of others. That is the vision behind the dream. പെന്തക്കോസ്റ്റ് ഈ ഡ്രീം കൊടുക്കുന്നത് മാത്രമല്ല, വിഷനുള്ള ഡ്രീം കൊടുക്കുന്ന അനുഭവമാണ്. ഓരോ ഇടവകയ്ക്കും സ്വപ്നങ്ങളുണ്ടാകണം, ദർശനമുള്ള സ്വപ്നങ്ങളുണ്ടാകണം. ഓരോ കുടുംബത്തിനും സ്വപ്നങ്ങളുണ്ടാകണം, ദർശനമുള്ള സ്വപ്നങ്ങളുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് സ്വപ്നങ്ങളുണ്ടാകണം. ആൻഡ് ദാറ്റ് ഡ്രീം ഷുഡ് ബി ഡ്രീംസ് വിത്ത് വിഷൻ. അവസാനം പെന്തക്കോസ്റ്റ്, ദ കംഫർട്ടർ pushes us out of the comfort zone. നമ്മൾ വായിച്ച വേദഭാഗത്ത് ആശ്വാസപ്രദനെക്കുറിച്ച്, കംഫർട്ടർ, ആശ്വാസപ്രദൻ അല്ലേ, കാര്യസ്ഥൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കംഫർട്ടറാണ്, ബട്ട് ഹി നെവർ അലൗ യു ടു ബി കംഫർട്ട്. ഹി പുഷസ് യു ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺസ് അല്ലേ. കാര്യസ്ഥനാണ്, ആശ്വാസപ്രദൻ നിങ്ങൾക്ക് തരും, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പക്ഷേ ആശ്വാസപ്രദൻ ആശ്വാസമല്ല തരുന്നത്, പിന്നെ എന്താ തരുന്നത്? വിൽ പ്രിക്ക് യു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ കാര്യസ്ഥൻ വന്ന് എന്താ ചെയ്യുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. എന്താണ് പാപം? തൊട്ട് താഴെ അതിൻ്റെ ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദൈവത്തെ വിശ്വസിക്കായകൊണ്ട്. വാട്ട് ഈസ് സിൻ ഇൻ ദ വേൾഡ്, ഇൻ ദ ബൈബിൾ? whenever we think about the term sin, we may go back to the Garden of Eden. What happened there? എന്താണ് പാപം അവിടുത്തെ? ദൈവം വന്ന് പറഞ്ഞു, നിങ്ങളെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ പാമ്പ് വന്ന് പറഞ്ഞു എന്താണ്? ഇഫ് യു വാണ്ട് ടു ബിക്കം ലൈക്ക് ഗോഡ്, യു ഹാവ് ടു ഈറ്റ് ദിസ്, വാട്ട് എവർ ഗോഡ് ഫോർബിഡൻ അല്ലേ. ദൈവം എന്താണോ ചെയ്യരുത് പറഞ്ഞ കാര്യം നിങ്ങൾ, എന്നാലേ നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയുള്ളൂ. പക്ഷേ ഓൾറെഡി മനുഷ്യനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ദൈവത്തെ പോലെയാണ്. അതാണ് പാപം. ദൈവം മനുഷ്യനെ ദൈവത്തെ പോലെ സൃഷ്ടിച്ചപ്പോൾ അതല്ല, ദൈവത്തെ പുഷ് ടു ദ പെരിഫറി, മാറ്റി നിർത്തി ഇനിയും ദൈവത്തെ പോലെ ദൈവം ഓൾറെഡി ചെയ്ത നൽകിയ വാഗ്ദാനത്തെ വിശ്വസിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് പാപം. They failed to believe in God and that was sin. അതാണ് പാപം. വേദപുസ്തകം അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അവർ എന്നെ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ച്. നീതിയും ന്യായവും, 3-4 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത് അല്ലേ. സിൻ, ജസ്റ്റിസ്, ജഡ്ജ്മെന്റ് ആൻഡ് ട്രൂത്ത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആശ്വാസം നൽകുന്നതല്ല, ഇത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. To live in truth, to live with justice, to live when we think about your sins and righteousness. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്നത് അത്ര ആശ്വാസം നൽകുന്ന കാര്യമല്ല. അത് ഇച്ചിരി പേടിപ്പെടുത്തുന്നതാണ്. സത്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? സത്യത്തിലാണോ നമ്മൾ നേടുന്നത്? സത്യത്തിലാണോ നമ്മൾ ജോലി ചെയ്യുന്നത്? Are we working with truth? Are we yearning with truth? Are we interfering others with truth? ഇത് വലിയ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് the comforter pushes us out of the comfort zones. നമ്മെ പെന്തക്കോസ്റ്റ് നമുക്ക് ആശ്വാസം നൽകുന്നതല്ല, മറിച്ച് it challenges us to think about truth and justice.
നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ന്യായപൂർവ്വമാണോ, നീതിപൂർവ്വമാണോ? വാട്ട് ഈസ് ജസ്റ്റിസ് അഗെയിൻ ഇൻ ദ ബൈബിൾ? നീതിമാനായ ഒറ്റ മനുഷ്യനെയാണ് വേദപുസ്തകം ഉദാഹരണം പറയുന്നത്. ആരാണ്? ജോസഫ്. നീതിമാനാകൊണ്ട് ജോസഫ് വാസ് റൈച്ചസ്. നീതിമാനാകൊണ്ട് അവൻ മാനുഷിക നീതിയല്ല, നോട്ട് ഹ്യൂമൻ ജസ്റ്റിസ്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ദാറ്റ് ഓഫ് ഹ്യൂമൻ ജസ്റ്റിസ്. അല്ലേ? മനുഷ്യൻ്റെ നീതിയാണെങ്കിൽ മറിയെ കല്ലെറിഞ്ഞ് കൊല്ലണം. ടിറ്റ് ഫോർ ടാറ്റ് എന്നൊക്കെ പറയുന്നതാണ് മനുഷ്യൻ നീതി. ഇങ്ങോട്ട് ചെയ്ത് അങ്ങോട്ടും ഉണ്ട്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ അവളുടെ വീട്ടിലും പോകും. പണ്ട് പ്രാർത്ഥനയൊക്കെ, ഇപ്പോൾ അത് വീട്ടിൽ പ്രാർത്ഥനയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പണ്ട് നാട്ടിലൊക്കെ പറയുമായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നാൽ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾ അവരുടെ വീട്ടിലും പ്രാർത്ഥനയ്ക്ക് പോകും. നാട്ടിൽ പറയും. ഇവിടെ ഇപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ചോദ്യമില്ലല്ലോ. ഇങ്ങോട്ട് വന്നാലേ അങ്ങോട്ടും ഉള്ളൂ. അതിനപ്പുറം അത് ടിറ്റ് ഫോർ ടാറ്റാണ്. അത് ഹമുറാബിയുടെ കോഡാണ്, അല്ലേ? ഈ പഴയ നിയമത്തിൽ പറഞ്ഞ പല്ലെടുത്ത പല്ല്, കണ്ണെടുത്ത കണ്ണെന്ന് പറയുന്നത് ഇറ്റ്സ് ടിറ്റ് ഫോർ ടാറ്റ്. ഐ ഫോർ an eye, a tooth for tooth. അതല്ല വേദപുസ്തകത്തിലെ നീതി. കല്ലെറിഞ്ഞ് കൊല്ലേണ്ടവളെ ചേർത്ത് പിടിക്കുന്നതാണ് വേദപുസ്തകത്തിലെ നീതി. ആ നീതിയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുന്നത്. അത് ആശ്വാസം നൽകുന്നൊന്നുമല്ല കേട്ടോ. ഇങ്ങോട്ട് ചെയ്താൽ അതേപോലെ അങ്ങോട്ടും ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണെങ്കിൽ അത് ആശ്വാസം നൽകും നമുക്ക്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ ജസ്റ്റിസ് നറേറ്റഡ് ഇൻ ദി ബൈബിൾ. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ദൈവത്തിൻ്റെ നീതി വ്യത്യസ്തമായ നീതിയാണ്. ആ നീതിയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് പെന്തക്കോസ്റ്റ്. 3 കാര്യങ്ങളാണ് പങ്കുവച്ചത്. ഒന്ന്, പെന്തക്കോസ്റ്റ് എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഫോർട്രസ് മെൻറ്റാലിറ്റി ടു ബ്രിഡ്ജ് മേക്കിംഗ് മെൻറ്റാലിറ്റി. പാലം പണിയുന്നവരുടെ സമൂഹമായിട്ട് മാറണം. ഇടവകകളിൽ മതിലുകളല്ല പണിയേണ്ടത്, പാലങ്ങൾ പണിയേണ്ടവരാണ്. വ്യത്യസ്തമായ അഭിപ്രായവും വ്യത്യസ്തമായ ജീവിത രീതിയും ഒക്കെ ഉള്ളവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവർ. ഒരേപോലെ ഉള്ളവർ, എന്നാൽ തമ്മിൽ പാലങ്ങളുള്ളവരാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കലും വാങ്ങലും പോകലും വരവലും ഒക്കെ ഉള്ളവരാകണം. അപ്പോഴാണ് ഇടവക പെന്തിക്കോസായിട്ട് മാറുന്നത്. പാലം പണിയുന്നവരുടെ സമൂഹമാണ് ഈ ഇടവക പെന്തിക്കോസ് എന്ന് പറയുന്നത്. 2, പെന്തിക്കോസ് നമ്മെ ഓർപ്പിക്കുന്ന മറ്റൊരു പ്രത്യേകത, ഇത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒന്നല്ല, മറിച്ച് ഇത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്, നമ്മളെ ശല്യപ്പെടുത്തുന്നതാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് പെന്തിക്കോസ്. അതുമാത്രമല്ല, പെന്തിക്കോസ് നമ്മെ ഓർപ്പിക്കുന്നത് ഇത് റിവേഴ്സൽ ഓഫ് ഓർഡർ. ദർശനമുള്ള സ്വപ്നങ്ങളെ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. സ്വപ്നം മാത്രം പോരാ, ദർശനമുള്ള സ്വപ്നങ്ങളെ കാണാൻ നമുക്ക് നോക്കണം. ഇടവകയെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് ഒക്കെയുള്ള ദർശനമുള്ള സ്വപ്നങ്ങൾ, ഡ്രീംസ് വിത്ത് വിഷൻ. അങ്ങനെയുള്ള പെന്തിക്കോസായി നമ്മുടെ ഇടവക മാറട്ടെ. ഗ്രേറ്റർ സിയാറ്റിൽ മാർത്തോമ ചർച്ച് ഷുഡ് ബിക്കം എ പെന്തിക്കോസൽ ചർച്ച്. സഭ, ഇടവക ഒരു പെന്തിക്കോസൽ സമൂഹമായിട്ട് മാറണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരാൾക്ക് പ്രാർത്ഥിക്കാം.